നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ ക്യാമറയുമായി തിക്കും തിരക്കും കൂട്ടിയതിന്റെ പേരിൽ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകരാകെ പഴിയും തെറിയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്കാര ചടങ്ങിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലുമില്ലാത്ത കോപ്രായങ്ങളുടെ പേരിലാണിത്. എന്നാൽ ഇതിൽ യഥാർത്ഥ പ്രതികൾ മാധ്യമപ്രവർത്തകരോ മാധ്യമപ്രവർത്തക വേഷം കെട്ടി മൊബൈലുമായി എത്തുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സോ. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ട്. അത് അടിയന്തരമായി തിരുത്തണം. സ്വയം നിയന്ത്രണത്തിന് മാധ്യമപ്രവർത്തകരും അവരെ ഇതിന് നിർബന്ധിക്കുന്ന മാധ്യമ മാനേജ്മെൻറ്റുകളും തയ്യാറാവണം. ഇക്കാര്യത്തിൽ ഗൗരവമായി ഇടപെടേണ്ട ഉത്തരവാദിത്തം മാധ്യമപ്രവർത്തകരുടെ സംഘടനയ്ക്കുമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ദൃശ്യങ്ങൾ പകർത്തേണ്ടി വരും. വാർത്ത ജനങ്ങളെ അറിയിക്കേണ്ടിയും വരും. അത് ഞങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. ഒപ്പം സാഹചര്യവും സന്ദർഭവും അറിഞ്ഞുള്ള ഔചിത്യം ആരായാലും പാലിക്കുകയും വേണം. മാധ്യമങ്ങളുടെ വീഴ്ച അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, സലീം കുമാറിൻ്റെ സംസ്കാര ചടങ്ങിലുണ്ടായ നെറുകേടുകളിലെ യഥാർത്ഥ പ്രതികൾ മറ്റു ചിലരാണ്. പരമാവധി 20-25 ചാനൽ ക്യാമറകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ചാനൽ ക്യാമറകൾക്ക് നിൽക്കാൻ പ്രത്യേക സ്ഥലവും ഉണ്ടായിരുന്നു. മഹാഭൂരിപക്ഷം പേരും അവിടെ നിന്നാണ് വിഷ്വൽ എടുത്തത്. എന്നാൽ 150ഓളം ക്യാമറകളും മൊബൈലുകളും അവിടെ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തനത്തെ ഗൗരവമായി കാണുന്ന ചുരുക്കം ചിലരെ ഒഴിച്ചു നിർത്തിയാൽ മസാലയും അപവാദവും PR-ഉം നടത്തുന്നവർ മുതൽ റീൽസ് എടുത്ത് ആളാവാൻ നോക്കുന്നവരടക്കം മാധ്യമപ്രവർത്തകരുടെ വേഷത്തിലാണ് അവിടെ എത്തിയത്. സാമാന്യ മര്യാദയുടെ കണിക പോലുമില്ലാതെ അവിടെ എത്തിയ സെലിബ്രിറ്റികളുടെ ശരീരത്തിലേക്ക് മൊബൈൽ സൂം ചെയ്തും ചിതയുടെ അരികിലേക്ക് ഇടിച്ചു കയറിയും തിക്കും തിരക്കും ഉണ്ടാക്കിയതും ഇവരാണ്. മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് പ്രാഥമിക ധാരണ പോലുമില്ലാത്ത, ഔചിത്യം തൊട്ടു തീണ്ടിയില്ലാത്ത ഇവർ ഉണ്ടാക്കുന്ന അലമ്പുകൾക്ക് അറുതി വരുത്തേണ്ടേ? ഇതിനൊരു നിയന്ത്രണം വേണ്ടേ?